കോടനാട് റൂട്ടിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഡോഡാപെട്ടക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ഈ റൂട്ട് നല്ല കാണാൻ ഭംഗിയുള്ള ഏരിയയാണ്. അപ്പോൾ അത് കണ്ടിട്ട് കോത്തഗിരി പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ കോത്തഗിരി റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തണുപ്പാണ് ശരിക്കും. എല്ലാവരും കോട്ടൊക്കെ ഇട്ട് തുടങ്ങി. ലൈറ്റും പോയിട്ടുണ്ട്. ഇപ്പോൾ സമയം ശരിക്കും ഒരു 2 മണി ആവണേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ലൈറ്റൊക്കെ പോയി ശരിക്കും. പിന്നെ ഇവിടുന്ന് ഒരു 12 കിലോമീറ്ററേ ഉള്ളൂ കോത്തഗിരിയേക്ക് ഉള്ളത്. എന്തായാലും കോത്തഗിരി പോയിട്ട് തിരിച്ചു വരാൻ ഇത് പോവാണ്. അതിൻ്റെ ഇടയിൽ 1-2 നല്ല വ്യൂ പോയിന്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഞങ്ങളങ്ങനെ കോത്തഗിരി റൂട്ടിലുള്ളത്. ഇനി ഒരു 10 കിലോമീറ്റർ കോത്തഗിരിക്കുള്ളൂ. നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഏരിയ കേട്ടോ. പിന്നെ തിരക്കൊന്നുമില്ല. തിരക്ക് കുറവാണ്. നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നു ഇന്ന് ശനിയാഴ്ച തൊട്ട് നല്ല തിരക്കൊന്നും വെച്ചു. പക്ഷെ തിരക്കൊന്നുമില്ല. തിരക്കൊക്കെ കുറവാണ്. അങ്ങനെ മേട്ടുപ്പാളയത്തേക്ക് പിന്നെ ഒരു 44 കിലോമീറ്ററേ ഉള്ളൂ. ഞങ്ങള് ഏകദേശം ആ വ്യൂ പോയിന്റ് അങ്ങോട്ട് ഇനി 4-5 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ റോഡ് ഇതൊരു നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇടയ്ക്കിങ്ങനെ പേച്ച് വർക്ക് ഇത് ചെറിയ ചാട്ടുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല റോഡാണ്. അപ്പോൾ നമുക്ക് നല്ല തണുപ്പും ഉണ്ട്. പിന്നെ ഇവിടെ വെയിലൊക്കെ വെയിലല്ല, ലൈറ്റ് പോയി ശരിക്കും. താഴോട്ട് നല്ല ഇറക്കാണ്. ഇതിപ്പോൾ 14ാമത്തെ എയർപിൻ ബെൻഡാണ് ഇത് അവിടെ ഉള്ളത്. 14ാമത്തെ എയർപിൻ ബെൻഡാണ്. ഇവിടുന്ന് ഞങ്ങൾ ഈ വ്യൂ പോയിന്റിലേക്ക് ഇനി 6 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പോയി കഴിഞ്ഞാൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് വലിയ ക്ലിയർ ഒന്നുമില്ല വീഡിയോസിന്. നല്ലൊരു ചോലിന്ന് കുറച്ച് വെള്ളം എടുക്കുകയാണ് കുടിക്കാൻ. ഇത് കോത്തഗിരി റൂട്ടിലാട്ടോ. അത്യാവശ്യം നല്ലൊരു ക്ലൈംബ് കയറിയിട്ട് ക്ഷീണിച്ചിരിക്കുകയല്ല, കുറച്ച് വെള്ളം കൊടുക്കാൻ നിർത്തിയാണ്. ആശാനൊക്കെ ഫുൾ വൈബിലാണ്. അതാ നമ്മൾ ചെക്കൻ കണ്ടോ. Where are you from? Kerala. ഹായ്. അപ്പുറത്തെ പറഞ്ഞു. നമ്മൾ ശ്രീനാഥിന്റെ LBB എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറാ പോവാ. ഞങ്ങൾക്ക് കുറച്ച് ദൂരം ഉണ്ടാവും പോവാന്. അപ്പൊ എന്തായാലും എന്നാ ഒന്ന് ഉള്ളിൽ കയറി പോവല്ലേ നമുക്ക്. ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് തുടങ്ങും. LBB പൊളി സൈക്കിള് കണ്ടോ. ആരും ഓട്ടിയാന്നാ കുടുങ്ങൂല. ഇത് LBBന്റെ കഫയാണ്, തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഞങ്ങള് LBB ഇറങ്ങി തൊട്ടടുത്തൊരു ഹോട്ടലിൽ നിന്ന് കുറച്ച് ഭക്ഷണം കഴിച്ച് ചെറുതായിട്ട് കഴിച്ചിട്ട് ഞങ്ങള് വീട്ടിലേക്ക് പോവാണ്. ഫുഡ് എന്തെങ്കിലും അവിടെ ഉണ്ടാക്കണം. അപ്പം നേരത്തെ അവിടെ എത്തണം.
ഊട്ടി റെയിൽവേ സ്റ്റേഷനാണ്. ഇത് പഴയ ട്രെയിനാണ്. അത് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേജ് പോലെ സാധനം ഉണ്ടാക്കി വെച്ച്. ശരിക്കും ഈ പറിച്ച് കൊടുന്നിട്ട് അത് നേരെ ഇതിലേക്ക് ഇടും, ചളിയോട് കൂടിയിട്ട്, മണ്ണോട് കൂടിയിട്ട്. അതങ്ങനെ കയറി നേരെ അതിൽ പോയിട്ട് ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ അവിടേക്ക് വീണ്ടും പോവാണ്. എന്നിട്ട് അങ്ങോട്ടാണ് ഫുള്ളങ്ങനെ പോണത്. നല്ല വാഷ് ചെയ്തിട്ടാണ് ഈ സാധനം നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത്. ഇതിൽ കേടായതും അങ്ങനെ കുറച്ച് ചളി ആയതൊക്കെ വേറെ ഇങ്ങോട്ട് വരികയും ചെയ്യും. നല്ലത് മാത്രമേ ആ ഭാഗത്തേക്ക് പോകണുള്ളൂ. ഇത് ശരിക്കും നല്ല നീറ്റാക്കിയിട്ടാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ താമസിക്കുന്ന വീടാണത്. അപ്പോൾ ഇതിൻ്റെ മുന്നോട്ട് നീങ്ങി കഴിഞ്ഞാൽ ഒരു 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ പോയിന്റ് ഉണ്ട് പറഞ്ഞു. പിന്നെ അവിടെ കൂടി പോയിട്ട് വീട്ടിൽ കയറുന്ന വെച്ചിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് ഫോറസ്റ്റ്. ഇന്ന് രാവിലെ കണ്ട കാട്ടുപോത്തുകളൊക്കെ അവിടെയാണ്. നല്ല ഭംഗിയുള്ളൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. പോയിക്കോട്ടെ. അങ്ങനെ ഞങ്ങൾ അവളാഞ്ചി റോഡ് വലിയ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെയാണ്. പൊളി സ്ഥലം കേട്ടോ. മലപ്പുറം കൂട്ടിലങ്ങാടിലെ മക്കരപ്പാമ്പിൽ ചെക്കന്മാരാട്ടോ. അവലഞ്ചി റോട്ടിൽ നിന്ന് കണ്ടുപിട്ടിയാണ്. ഞങ്ങൾ ഇവിടെ തിരിക്കും. ഇവർ ഇവിടെ നിന്ന് സ്റ്റേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താഴെ ഒരു വീടുണ്ടായിരുന്നു, ഞാൻ അവിടെ സ്റ്റേ. അങ്ങനെ ഊട്ടി ഫുള്ള് ചുറ്റി കറങ്ങിയാണ്ട് ഞങ്ങളങ്ങനെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. നാളെ രാവിലെ പോവാനാണ് തീരുമാനം. ഇത് നമ്മള് ഡോക്ടർ സൈക്കിളിൽ സ്പെഷ്യൽ ഒരു ബാഗാണ്. ഈ ബാഗിൽ ഞങ്ങൾ ഇന്ന് രാത്രിക്ക് ഫുള്ള് ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. 1.5 കിലോ ചിക്കൻ, പിന്നെ അതുപോലെ റൈസ്, വെജിറ്റബിൾസ്, പിന്നെ ചിക്കൻ പാത്രം കഴുകാനുള്ള ചകിരി, ഇതാ എല്ലാ സാധനം സെറ്റാണ്. അത് ചിക്കൻ ഫ്രഷ് ആയിട്ട് ഞങ്ങൾ അവിടുന്ന് കട്ട് ചെയ്ത് ഊട്ടി ടൗണിൽ നിന്ന് മേടിച്ചാണ്. അപ്പൊ ഇനി അത് ഉണ്ടാക്കിയിട്ട് വേണം ഒന്ന് സെറ്റപ്പായിട്ട് കഴിക്കാൻ വേണ്ടിട്ട്. 20 ലിറ്റർ ആണ് ഈ ഒരു ബാഗിന്റെ കപ്പാസിറ്റി. ഇങ്ങനെ ഇൻഡസ് മോട്ടോഴ്സിന്റെ റീജിയണൽ മാനേജർ അപ്പൊ ഈ ഇറച്ചി കഴിക്കുന്നത് പാവം. എത്ര നീറ്റായിട്ടോ ഞാൻ ചോദിച്ചോ പറഞ്ഞു. നമ്മള് ഒരാളുണ്ടല്ലേ വളരെ ഡീസന്റ് ആയിട്ടാണ് ഉള്ളി. 6 മണി കഴിഞ്ഞു കിട്ടും. ഇമ്രാനൊക്കെ രാത്രി 1 മണി വരെ ഫോൺ കളിച്ചു കുത്തിരിക്കുകയാണ്. അവന് 6 മണിക്ക് വീട്ടിൽ എത്തണം എന്ന് അറിയുന്ന മനസ്സിലാണ്. റിയാസിന് നേരത്തെ പോകേണ്ട ആളാണ്. നീച്ച് പോന്നാണ്. എന്ത് കോലത്തിലൊരു ചെങ്ങായിമാരെ, എത്ര നേരത്തെ പോണെന്ന് പറഞ്ഞാണ്ട് ഡോക്ടർ പിന്നെ 4 മണിക്ക് തുടങ്ങിക്കുന്നു ഫോണിൽ കളി തുടങ്ങിയിട്ട്. പിന്നെ ഉറക്കൊന്നുമില്ല. തണുപ്പ് പറഞ്ഞാൽ ഒരു 1.5 തണുപ്പാണ് കേട്ടോ. ഒന്നും അറിയുന്നില്ല, ഭയങ്കര മഞ്ഞാണ്. ഗ്ലാസ് ഒക്കെ ഉണ്ടോ, ഐസ് ഇങ്ങനെ താഴെ ഇങ്ങനെ നിക്കാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ നിക്കണു. ആജാതി തണുപ്പാണ് ഇതില് മൊത്തത്തില്. നല്ല കാഴ്ച കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ അപ്പൊ കാഴ്ചയൊക്കെ ഉഷാറായിട്ട് വരും. ഐസ് ഉള്ളിൽ കിടങ്ങൂല്ലേ. അങ്ങനെ ആള് ഊട്ടിന്ന് നാട്ടിലേക്ക് യാത്ര ഇരിക്കുകയാണ്.
എല്ലാവരും സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പോവല്ലേ? പോവാ. ഓക്കെ. ഇനി ചാവി നമ്മളെ പിന്നെ ഏട്ടനെ ഏൽപ്പിക്കണം. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് നേരെ നാട്ടിലേക്ക് പിടിക്കുകയാണ്. ഒന്ന് വാമാവാണ്ടിട്ട് നല്ല തണുപ്പുണ്ട്. ആസാം വരാൻ തരം വേണ്ടി വീടിൻ്റെ ചാവി ഏൽപ്പിക്കാൻ വേണ്ടി അവിടെ പോവാണ്. ആ ഏട്ടനാണ് ചാവിയും വീടൊക്കെ നോക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഇപ്പൊ സമയം 8 മണി കഴിഞ്ഞു. ഇനി ടൗണിൽ പോയിട്ട് ചെറുതായിട്ട് ചായ കുടിക്കണം ആഗ്രഹമൊക്കെ ഉണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഒറ്റ വിടല്ലേ. അത് പാലടാറ സ്ഥലത്ത് ചായ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഒന്നും കുടിക്കൂല. നമ്മൾ രാവിലത്തെ ഉപ്മാവുന്നല്ലോ, ചിക്കൻ ഉപ്മാവും അല്ലേ? അപ്പൊ ഞാൻ ആവശ്യമില്ല. അങ്ങനെ ഞങ്ങൾ ഊട്ടി ടൗണിലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ കൂടല്ലൂരിലേക്കാണ് പോണത്. പക്ഷേ കാലാവസ്ഥയൊക്കെ ടോട്ടൽ മാറി. ഇപ്പോൾ കാലാവസ്ഥ നല്ല മഴക്കുള്ള ഒരു ചാൻസ് ഉണ്ട്. ഫുള്ള് മൂടി വന്നിട്ടുണ്ട്. പിന്നെ ഒരു മഴ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നേരത്തെ നല്ല വെയിലും അതുപോലെ നല്ല കാലാവസ്ഥയുണ്ട്. പെട്ടെന്ന് കാലാവസ്ഥ മാറി. ഇപ്പോൾ ഫുള്ളും ഇരുണ്ട് വന്നിട്ടുണ്ട്. സജയാണ്. സജയ് ഒന്ന് ആയി പറഞ്ഞോളെ. ഇത് ഇവരെ കൂടെ പിന്നെ എവിടുന്നാണ്ട്? ശ്രീനഗർ താമസിച്ചിരുന്നു. ഇപ്പൊ രാവിലെ 9 മണിയാ സമയം കേട്ടോ. ഊട്ടിയിൽ നിന്നാണ് ഈ ഐസ്ക്രീം മേടിക്കുന്നത്. ഈ കൊടും തണുപ്പത്തെ ഐസ്ക്രീമേ തിന്നുള്ളൂ. ഞങ്ങള് ഊട്ടി കഴിഞ്ഞിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നിന്ന് കുറച്ച് ചായയൊക്കെ കുടിച്ച് ദോശയൊക്കെ കഴിച്ചിട്ട് ഞങ്ങള് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചെറുതായിട്ട് വെയിൽ വന്നു. നേരത്തെ ഫുള്ള് മൂടിയൊരു കാലാവസ്ഥയായിരുന്നു. ഞങ്ങള് ശരിക്കും ഈ ഷൂട്ടിംഗ് പ്ലേസിൻ്റെ അവിടെയാണ് ഉള്ളത്, മൊട്ടക്കുന്നിൻ്റെ അവിടെ. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റാണ്. മൊട്ടക്കുന്നിൻ്റെ അവിടെ ഫുള്ള് തിരക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് റോഡിൽ കയറി. റഷീദ് ആ കുന്നിൻ്റെ മുകളിലൊന്ന് പോയി വരാറങ്ങനെ പോകുന്നുണ്ട്. ഫോറസ്റ്റർമാരെ കണ്ട ചെറിയൊരു പ്രശ്നമാണ്. എന്നാലും അവൻ്റെ ആഗ്രഹമല്ലേ, ഒന്ന് പോയട്ടെ. എനിക്ക് തണുപ്പുണ്ടോ? ഉണ്ടോ? ചെറുതായിട്ട് ഉണ്ടോ? ഈ എന്ത് കോട്ട കിട്ടുന്നതിനാ? തണുപ്പുണ്ടേ. ഡോക്ടർ പിന്നെ ഫുള്ള് കവർ ചെയ്തിരിക്കണ്. തണുപ്പ് വരാതിരിക്കാനെല്ലാം മുൻകരുതൽ എടുത്തിക്കുന്ന പറഞ്ഞു. ഞങ്ങളിപ്പം മൊട്ടക്കുന്നിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു മലൻ്റെ ഏറ്റവും മുകളിലാണുള്ളത്. അപ്പോൾ ഇവിടെ നല്ല വ്യൂ ആണ്. ഇതാണ് മൊട്ടക്കുന്ന് ഈ കാണുന്നത്. അവിടെ ഫുള്ള് ആളുകളാണ്. പക്ഷേ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നില്ല. അവിടെ ഫുള്ള് ആളാണ്. അതാണ് മൊട്ടക്കുന്ന്. അതിന് നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലമാണ്. കുറച്ച് ബുദ്ധിമുട്ടങ്ങോട്ട് കയറ്റണമെങ്കിൽ. വലിയ അത്യാവശ്യം റോഡ് മോശമാണ്. പിന്നെ കട്ട് റോഡാണ്, കംപ്ലീറ്റ് മണ്ണിട്ട റോഡാണ്, ഓഫ് റോഡാണ്. ബൈക്കോ കാറോ കൊണ്ടോ വരാൻ കഴിയില്ല. കാരണം വെച്ചാൽ ഇത് ഫോറസ്റ്റിൻ്റെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇങ്ങോട്ട് അലൗഡ് അല്ല. ഇങ്ങനെ കണ്ട് ആസ്വദിക്കുക. നല്ല വ്യൂ ആണ് ഇവിടെ. ശരിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലാണ് ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുമ്പോൾ. ബാക്കിയുള്ളവർക്ക് ഭയങ്കര ക്രൗഡാണല്ലോ. ഇവിടെ നമുക്ക് ഒന്നുമില്ല, ഭയങ്കര സ്മൂത്തായിട്ട്.
ആയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് വേറെ ആരും നമ്മളെ സ്വൈരപ്പെടുത്താനായിട്ടില്ല നമുക്ക് വളരെ ഈസി. നല്ല കാറ്റ് വിട്ട് നല്ല ഈ ഒരു പച്ചപ്പ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭംഗിയല്ലേ. അതെ ശരിക്കും നമ്മള് വാഗമണ്ണൊക്കെ പോകുമ്പോഴാണല്ലോ ഇതേപോലത്തെ മൊട്ടക്കുന്നുകൾ കാണുന്നത്. അതെ, പക്ഷെ മട്ടക്കുന്നിന്റെ അവിടെ നല്ല തിരക്കാണ്. റിയാസൊക്കെ ഫുൾ സെറ്റിലാട്ടോ. കണ്ടോ നല്ല കാറ്റാണ് ഇപ്പോൾ ഉള്ളത്. അടിപൊളി കാറ്റാണ്. നല്ല ഫോഗും വരുന്നുണ്ട്. ഫോഗ് വരുന്നോട് കൂടിയിട്ട് എനിക്ക് തോന്നുന്നു ഇരുണ്ട് ഈ ഭാഗമൊക്കെ ഇരുണ്ട് തുടങ്ങി. ഈ ഭാഗം കംപ്ലീറ്റ് മഴക്കാർ വരാൻ തുടങ്ങി. ഇത് നല്ല വെളിച്ചത്തായിരുന്നു. നല്ല ആകാശത്തേക്ക് നീലായിട്ട് കാണാൻ പറ്റിയത് കാണാൻ പറ്റും. ഈ ഭാഗത്തേക്ക് കുറച്ചില്ല, പക്ഷെ ഈ ഭാഗത്തേക്ക് നല്ല മഴക്കാർ വന്നു. ഇത് മൊട്ടക്കുന്നിന്റെ ഓപ്പോസിറ്റുള്ള ഈ ഫോറസ്റ്റിന്റെ ഏറ്റവും ടോപ്പിലാട്ടോ. ഇങ്ങോട്ട് അലൗഡ് അല്ല, പക്ഷെ ഫോറസ്റ്റ് കണ്ട പ്രശ്നമാണ്. ഞങ്ങൾ എന്തായാലും കയറിയിട്ടുണ്ട്. പിന്നെ അവരോട് പറയാം, സൈക്കിളല്ലേ. ചവിട്ടിപ്പോയിരുന്നു. നല്ല വ്യൂ ആട്ടോ, 360 ഡിഗ്രി ഉള്ള വ്യൂ. ചുറ്റുഭാഗം അടിപൊളിയായിട്ടുള്ള കാഴ്ച. കാര്യങ്ങളൊക്കെ കാണാൻ നല്ല വ്യൂ, നല്ല കാറ്റ് കേട്ടോ. നല്ല തിരക്കാട്ടോ, ഫുള്ള് തിരക്കാണ്. ഈ ഞായറാഴ്ച കൊണ്ട് ഫുള്ളും തിരക്കാണ്. സൈക്കിൾ കൊണ്ടുള്ള ഗുണം കണ്ടോ, നോ പാർക്കിങ്ങിലാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. ഒരു പ്രശ്നമല്ല, സൈക്കിൾ ആകുമ്പോഴൊരു ഗുണമാണ്. ഗൂഡല്ലൂർക്കത്തിൻ്റെ ഒരു 10-12 കിലോമീറ്റർ മുമ്പ് സംഭവിച്ചാണ്. നമ്മുടെ നാട്ടിലെ വണ്ടിയാണ് തോന്നുന്നത്. KL 56C. നല്ല ഇടിയാണ്. എനിക്ക് തോന്നുന്നു കയറി വന്നപ്പോൾ പറ്റിയതായിരിക്കും അല്ലേ. ഇന്നൊക്കെ 4 ദിവസം ആവാനായി. ഞങ്ങൾ പുറപ്പെട്ട് വ്യാഴാഴ്ച ഉച്ചക്ക് ശേഷം വൈകുന്നേരം 5 മണിക്കായതുകൊണ്ട് 3 ദിവസം കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ തിരിച്ച് ബോർഡറിൽ എത്തിയിട്ടുണ്ട്. പതിവ് പോലെ തന്നെ ഇമ്രാൻ ഇപ്രാവശ്യവും മുങ്ങി. അപ്പോൾ ഓൻ എന്തായാലും അടുത്ത പ്രാവശ്യം ഞങ്ങൾ പിടിക്കുന്നുണ്ട്. അപ്പം എന്താ അഭിപ്രായം, എന്താ പറയുക നമ്മൾ ഇമ്രാനെ കുറിച്ചിട്ട്? ഇമ്രാൻ പറഞ്ഞാലും നിങ്ങളെ മാതിരിയല്ല, ഭാര്യനെ സ്നേഹിക്കുന്ന ആളാണ്. നേരത്തെ പോകുന്ന അതെ,
അന്നത്തെ ആ ഭാര്യന്റെ സ്നേഹം കണ്ടില്ലേ, നമ്മളെന്താ വെച്ചാൽ ആ വീട് മൊത്തത്തിൽ വൃത്തിയാക്കാൻ എത്ര പെട്ടെന്ന് കോഴിയൊക്കെ ആള് ക്ലീൻ ചെയ്യും. അതുപോലെ തന്നെ അടുപ്പ് ഫുള്ള് പാത്രങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട്. കാരണം ഭാര്യയ്ക്ക് സ്നേഹം കൂടുമ്പോ ആള് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു വർക്ക് ആയതുകൊണ്ട് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അപ്പൊ എന്തായാലും ഞങ്ങള് അടുത്ത പ്രാവശ്യം ഇമ്രാൻ ഞങ്ങൾ വെറുതെ വിടൂല. മുങ്ങുന്ന കാര്യത്തിൽ നമ്പർ 1 ആളാണ്. അടുത്ത പ്രാവശ്യം എന്തായാലും അവനെ വെറുതെ വിടൂല. അതുകൊണ്ട് അടുത്തൊരു വീഡിയോ നമ്മുടെ അടുത്ത ട്രിപ്പിൽ നമുക്ക് അടിപൊളിയായിട്ട് കാണാം.